ഇപ്പോൾ നമ്മോടൊപ്പം എ സജീവൻ കൂടിയുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ എ സജീവൻ, ഏതൊക്കെ തരത്തിലാണ് ഈ ശശി തരൂർ വിവാദങ്ങൾ കോൺഗ്രസിന്മേൽ ഉണ്ടാക്കുന്ന ആഘാതം? ശശി തരൂർ തുറന്നു പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ സതീശനടക്കമുള്ള കേന്ദ്രങ്ങൾ വലിയ വിഭ്രമത്തിലാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ കടുപ്പിച്ച് ശശി തരൂർ രംഗത്തെത്തുന്നത്. നേതാക്കളുടെ തീരുമാനങ്ങൾ വളരെ സ്ട്രാറ്റജിക്കായി മുമ്പോട്ട് പോകണം എന്നത് തന്നെയാണ്. ശശി തരൂരിന്റെ ഇതുവരെയുള്ള വിമർശനങ്ങൾ അത് സ്വന്തം കാര്യം നേടാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. ശശി തരൂർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തുടർച്ചയായിട്ട് വരുന്ന പരാജയങ്ങൾ. ആ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്, അത് ആർക്കാണ്, അത് എന്തുകൊണ്ടാണ് ആ പരാജയം ഉണ്ടാവുന്നതെന്ന് ഒരിക്കൽ പോലും കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വങ്ങളോ ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, 3 ഘട്ടമായിട്ടും മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. കോൺഗ്രസിന് 3 തവണയായിട്ട് അധികാരം നഷ്ടപ്പെടുകയാണ്. ഈ നഷ്ടപ്പെട്ടതിന്റെ കാരണത്തെക്കുറിച്ച് അപ്പോൾ ഞങ്ങൾ പഠിക്കും എന്നൊരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയല്ലാതെ അങ്ങനെ കർക്കശമായ രൂപത്തിലുള്ള ഒരു പഠനം നടത്തുകയോ ആ പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അത് തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശശി തരൂർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വിമർശിക്കുന്നവരെ മുഴുവൻ പുറത്താക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകള്, കപിൽ സിബല്, ഗുലാം നബി ആസാദ്, ദേശീയ തലത്തിൽ കോൺഗ്രസിന് തലയെടുപ്പുള്ള നേതാക്കന്മാരെ മുഴുവൻ വീഴ്ത്തിയിട്ട് ഒരു നേതാവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഉപഗ്രഹങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളും എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്ന പ്രശ്നമാണ്. പിന്നീട് ഇന്ത്യ മുന്നണിയുടെ കാര്യം. ഇന്ത്യ മുന്നണിയിലെ മിക്ക നേതാക്കന്മാരും, മിക്ക പാർട്ടികളുടെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുന്ന ആ ഒരു ശരിയില്ലായ്മയെ കുറിച്ച് പലപ്പോഴും ഈ മമതാ ബാനർജി ആണെങ്കിലും NCP ആണെങ്കിലും ഇങ്ങനെ എല്ലാ പാർട്ടികളും ഈ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. അതുപോലും ഒരു പുനർവിചിന്തനത്തിന് കാരണമാക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. സംസ്ഥാന തലത്തിലാണെങ്കിൽ വേറൊരു രീതിയിലാണ്. സംസ്ഥാനത്തിൽ ഇപ്പൊ ശശി തരൂർ ഉന്നയിച്ചിട്ടുള്ള നേതൃത്വം ഇല്ലാത്തൊരവസ്ഥ ശരിയല്ലേ? 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒരാൾ KPCCയുടെ നായകനാണ്, മറ്റൊരാൾ പാർലമെന്ററി പാർട്ടിയുടെ നായകനാണ്. ഈ 2 പരസ്യമായിട്ട് തമ്മിൽ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നതാണല്ലോ. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോഴും പാർട്ടി ശിഥിലീകരിച്ചു പോകുന്നു. പാർട്ടിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. നേരത്തെ UDFന്റെ ശക്തിയായിരുന്നു, ഒന്നാം പാർട്ടി എന്നുള്ള എനിക്ക് മാത്രമല്ല, അതിന്റെ ശക്തിയായിരുന്നു കോൺഗ്രസ്. ഇപ്പോഴ് ലീഗാണോ മുന്നിൽ, കോൺഗ്രസ് ആണോ മുന്നിൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഒരിക്കൽ പോലും അതിന് ശക്തി തിരിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നില്ലാണ് ശശി തരൂർ ഉന്നയിക്കുന്ന പ്രശ്നം. ഈ 2 കാര്യങ്ങളും ചർച്ച ചെയ്യാതെ ശശി തരൂരിനെ അവഗണിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗം മാറ്റാനല്ല, നമ്മൾ രോഗം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. അതായത് ഈ മൂർത്തമായ ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായുള്ള പരാജയം കോൺഗ്രസ്സിന് കേന്ദ്രതലത്തിലായാലും സംസ്ഥാന തലത്തിലും ഒക്കെ ഭരണം നഷ്ടമാകുന്ന രീതി, തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പശ്ചാത്തലം, അതിൻ്റെ ഉത്തരവാദിത്വം നേതൃത്വത്തിന് ഏറ്റെടുക്കണമെന്ന മൂർത്തമായ സാഹചര്യം. അമൂർത്തമായ സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ചെന്നിത്തല, സതീശൻ, ഒപ്പം KC വേണുഗോപാൽ, ഇവരൊക്കെ ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിൻ്റെ നേതൃത്വ തലത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ നയിക്കണം എന്ന താല്പര്യമാണ് ഇവരുടെയൊക്കെ. ഈ താല്പര്യത്തിലേക്കാണ് ശശി തരൂർ എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശശി തരൂരിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാകുന്നത് അതുതന്നെയാണ്. കാരണം നിലവിലത്തെ നേതൃത്വം പരാജയമാണ്. തൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് പുറത്തുള്ളവരുടെ കൂടി വോട്ടുകൾ ശേഖരിക്കാനാകും. ഈ ആത്മവിശ്വാസമാണ് ശശി തരൂർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് അടക്കമുള്ളത്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ സ്വാധീനം എത്ര കണ്ട് പ്രതിസന്ധിയിലാക്കും ശശി തരൂരിൻ്റെ ഈ നീക്കങ്ങളെ? അത് കോൺഗ്രസ്സിലുണ്ടാക്കുന്ന സംഘർഷം മറ്റൊരു രൂപത്തിലേക്കാകില്ലേ? തീർച്ചയായിട്ടും ശശി തരൂർ അവഗണിക്കാൻ തീരുമാനിക്കുന്നത്, ശശി തരൂർ മുന്നോട്ട് ഈ പ്രശ്നം സ്വാഭാവികമായിട്ടും ഒരു പരിഗണനാ വിഷയമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരിലും മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലൊക്കെ വരും. കാരണം ഇപ്പോഴുള്ള നിലവിലുള്ള VD സതീശനാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇനി കച്ചകെട്ടിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, K മുരളീധരനാണോ, ഇങ്ങനെ ആരാണ് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ പരീക്ഷിച്ച
എത്രമാത്രം ഉണ്ടാകും? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ രണ്ടുപേര് പ്രധാനമായിട്ടുണ്ടായിരുന്നാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും മുരളീധരനൊക്കെ രംഗത്തുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് KC വേണുഗോപാൽ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആളുകൾ വിലയിരുത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് ശശി തരൂരിന് അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് ശശി തരൂരിന്റെ ഈ നീക്കങ്ങൾ. ശശി തരൂർ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമെന്ന് അദ്ദേഹവും ഇതേപോലെ അധികാര മോഹം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ആ അധികാര മോഹത്തെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ള ആളുകൾക്കാർക്ക് ഇതില്ലാന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. അവരും താല്പര്യപ്പെടുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളതിനേക്കാൾ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഇപ്പോഴേ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ കളികൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം കോൺഗ്രസ് തകരുകയും ഈ അടി നിലനിൽക്കുകയും ചെയ്യും. കാരണം കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകണം. കോൺഗ്രസിന്റെ ശശി തരൂർ പറയുന്നതിൽ അടിത്തറ ബലപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. സുധാകരൻ നേരത്തെ ഈ യൂണിറ്റ് കമ്മിറ്റികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത്രയും കാലത്തിനിടെ യൂണിറ്റ് കമ്മിറ്റി എന്ന പ്രവർത്തനമില്ല കോൺഗ്രസിൽ. ഇപ്പോഴും പഴയ പോലെ പുനഃസംഘടനയുടെ കാര്യം പറഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. കാരണം സുധാകരനെ മാറ്റണം എന്നുള്ള ഘട്ടം വരെ എത്തിയിട്ട്, മാറ്റുമെന്നുള്ള അവസ്ഥ വരെ എത്തിയിട്ട് പിന്നീട് പിറകോട്ടേക്ക് പോയി. അപ്പൊ നിലവിലുള്ള ആളുകൾക്കൊക്കെ തങ്ങൾക്ക് ഉള്ള അധികാര കസേരയിൽ അങ്ങനെ ഇരുന്നാൽ മതി, അതിൽ സുഖിച്ചിരുന്നാൽ മതി എന്നുള്ള താല്പര്യമാണ്. ആ താല്പര്യം മുന്നോട്ടേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ അടിത്തറ തകരുമെന്നാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂരിനെ പരീക്ഷിക്കണമോ വേണ്ടെന്നുള്ള കാര്യമൊക്കെ കോൺഗ്രസുകാർക്ക് ചിന്തിക്കാം. പക്ഷേ ശശി തരൂർ ഉന്നയിക്കുന്ന ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, അടിത്തറ ബലപ്പെടുത്താതെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് കെട്ടി ഉയർത്താൻ പോകുന്നത് എന്നുള്ള ചോദ്യം, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസ് പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ആ ചോദ്യം സ്വന്തം മനസ്സുകളിൽ ഉന്നയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും. അതായത് ഈ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ താല്പര്യം ഏത് വിധത്തിലായിരിക്കും ഈ സംഭവത്തിൽ രൂപം കൊള്ളുക? ശ്രീ എ സജീവൻ, കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നങ്ങളെ കുറിച്ച്. അത് ശശി തരൂരാണോ പ്രശ്നം? അദ്ദേഹം പറഞ്ഞ ശശി തരൂരിനെ മാത്രമല്ല, എല്ലാ ശശി തരൂർ പ്രശ്നം ഉൾപ്പെടെയുള്ളത്. കാരണം ശശി തരൂർ പ്രശ്നം അവർ പറയുന്നത് ശശി തരൂരിനെ മാറ്റുക എന്നുള്ളതല്ല, ശശി തരൂർ ഉന്നയിക്കുന്ന പ്രശ്നം കൂടിയുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി ശശി തരൂരിനെ മാറ്റണം, ശശി തരൂരിനെ ശബ്ദനാക്കണം എന്ന് സാദിഖ് അലി തങ്ങൾക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളൊന്നുമല്ലല്ലോ. അത് പറയാതെ അദ്ദേഹം കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ശശി തരൂർ ഉന്നയിക്കുന്ന ഈ അടിത്തറ ശക്തമല്ലാത്ത കോൺഗ്രസ്, ദുർബലമായ കോൺഗ്രസ് ഈ മുന്നണിയെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ടാവുന്ന പ്രശ്നമുണ്ട്. അപ്പൊ മുടന്തൻ വണ്ടി വലിച്ചോടുന്ന ഒരവസ്ഥയിലാണ് പോകുന്നതെന്ന് ലീഗിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മറ്റ് ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിനൊക്കെ ആണെങ്കിൽ തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ 2 തവണ ഭരണം പോയി, 3ാമത്തെ തവണയും ഭരണം പോകുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവരുന്നയിക്കുന്നത് ഈ പ്രശ്നമാണ്. ശശി തരൂരിനെ മാത്രം അവർ കുറ്റക്കാരനാക്കുന്നില്ല. മാത്രമല്ല ശശി തരൂരിനെതിരെ അത് രൂക്ഷമായിട്ട് സാദിഖ് അലി തങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവരുടെ മനസ്സിലും ഉണ്ട് ഇപ്പോഴത്തെ നേതൃത്വങ്ങളൊന്നും വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന്. തീർച്ചയായും. എ സജീവൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്.